കിടിലം പടം. നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ്റെ ബബ്ബ ഇന്ന് റിലീസായി. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ബബ്ബയുടെ ഡയറക്ഷൻ ധനഞ്ജൻ ശങ്കർ, സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് നൂറിൻ ഷെരീഫ്, ഫാഹിൻ സഫർ, അതായത് ഭാര്യയും ഭർത്താവാണ്. അടർലോടത്ത് നായികയാണ് ഈ നൂറിൻ ഷെരീഫ്. എൻ്റെ മറ്റേ പയ്യൻ ഭർത്താവ് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയിലൊക്കെ. ഇതിനകത്ത് രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ മാത്രമല്ല, അവർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സിനിമയിലേക്ക് വരാം, ബബ്ബയിലേക്ക് വരാം. ദിലീപ്, അശോകൻ, ബൈജു, ബാലു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, പിന്നെ ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ, പിന്നെ സാൻഡി മാസ്റ്റർ ഉണ്ട്, അത് ഗസ്റ്റല്ല, പിന്നെ റിയാസ് ഖാൻ ഗസ്റ്റ് റോള്. അങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റുകളൊക്കെ പോണേ. നായികയൊന്നുമില്ല, പ്രത്യേക അങ്ങനെ നായികയൊന്നുമില്ല. പിന്നെ തമിഴടി ശരണ്യുണ്ട്. ഇവരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ബബ്ബയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, അവർ ബുദ്ധിപൂർവ്വം ഫസ്റ്റിൽ തന്നെ അവർ ഒരു സാധനം എഴുതി ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്, ലോജിക്കൊന്നും നോക്കേണ്ടത്. അതുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല, ആരും ഒന്നും മിണ്ടണ്ട. അതുകൊണ്ട് ആരും പടം കണ്ടിട്ട് മിണ്ടാതെ അങ്ങ് പോകത്തേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാളി. കാരണം വെച്ചാൽ ലോജിക്ക് നോക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ ടൈറ്റിൽ. അതുകൊണ്ട് അവർ ബുദ്ധിപൂർവ്വം അവർ ചിന്തിച്ച് ചെയ്തിട്ടുണ്ട്. അവർ ഭാര്യയും ഭർത്താവ് സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ആ ടൈറ്റിൽ ഇടാൻ തന്നെ കുറേ സമയം എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാണ്ട് വരുമ്പം, ലോജിക്കില്ലാത്ത കാര്യം പറയാൻ വരുമ്പം ആ ടൈറ്റിലെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പിന്നെ നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിവ്യൂവറുടെ വായടച്ച് കൂട്ടിയിട്ടുണ്ട്, ചാനലുകാരുടെ വായടച്ച് കൂട്ടിയിട്ടുണ്ട്. ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. പറയാൻ വരുമ്പോൾ അവർ ലോജിക്ക് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ അഭിപ്രായം പറയും? അപ്പോൾ പടം കണ്ടിട്ട് പടത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല, എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞു വിടുക, അത്രേ ഉള്ളൂ. അതവർ ബുദ്ധിപൂർവ്വം ചെയ്തോട്ടോ, അത് സമ്മതിക്കണം അവരെ. അപ്പോൾ സിനിമയിലേക്ക് വരുവാണെങ്കിൽ സിനിമ പൊളി പൊളി പൊളി. അതായത് ഒരു ലോജിക്ക് ഒന്നും വേണ്ടെന്ന് അവർ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ട്. അവർ ടൈറ്റിൽ ചെയ്ത് അത് ബുദ്ധിപൂർവ്വം അവർ ചെയ്യുന്നത്, ലോജിക്ക് നോക്കണമെന്ന്. അത് അങ്ങനെ ലോജിക്ക് നോക്കിയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരെയും റിവ്യൂവറുടെയൊക്കെ വായടച്ച് മൂട്ടിയിട്ടുണ്ട് അവർ. അത് ബുദ്ധിപൂർവ്വം അവർ ആലോചിച്ച് ചിന്തിച്ചിരുന്നത്. അവരുടെ ബ്രില്യൻ്റ് ആണ് അത്, ഈ സ്ക്രിപ്റ്റ് റൈറ്ററെ. കാരണം ഒന്നെങ്കിലും പറയാൻ വരുമ്പോൾ നമ്മൾ ലോജിക്ക് പോകും. ലോജിക്ക് പടത്തെ ലോജിക്ക് നോക്കുകയോ വേണ്ട അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അത് അവർ ഫസ്റ്റ് ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുണ്ട്. പടം സൂപ്പറാണ്. ദിലീപ് ഏട്ടൻ കസറിയിട്ടുണ്ട്, കിടിലൻ. ദിലീപ് ഏട്ടൻ്റെ എൻട്രിയൊക്കെ സിമ്പിളായിട്ടാണ്, അടിപൊളി പരിപാടിയാണ്. ദിലീപ് ഏട്ടൻ്റെ ഒരു ഇൻട്രോയിൽ പഞ്ചിന് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്, കുറേ പോലീസുകാരായിട്ടൊക്കെ, അതൊക്കെ കിടിലൻ ഫൈറ്റ്. അന്ത വാട്ടി മിസ്സാകാതെ എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ പറഞ്ഞ സാധനമുണ്ട്, കിടിലൻ ഫൈറ്റായി. ഇൻട്രോയിൽ പഞ്ചിന് മുമ്പുള്ള ഫൈറ്റാണ്, അത് പോലീസ് സാധനം കേട്ടോ, കിടിലൻ ഫൈറ്റാണ്. പിന്നെ ദിലീപ് ഏട്ടൻ കസറിയുണ്ട്, നല്ല സ്ക്രീൻ പ്രസൻസ് ആണ്, അടിപൊളിയാണ്. കമ്പാക്ക് എന്ന് പറയുന്നത് ഇതാണ് കമ്പാക്ക്. തിരിച്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തിങ്ങ് പോയിട്ടില്ല, തിരിച്ച് വന്നിട്ടുണ്ട്. പോലീസ് സാധനമാണ് ദിലീപ് ഏട്ടൻ ചെയ്തിരുന്നത്, എന്നാ ലുക്കാണ്. പിന്നെ അത് ബൈജുവിനകത്ത് മുഖ്യമന്ത്രിയാണ്. ബൈജു ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ. ധ്യാൻ ശ്രീനിവാസൻ്റെ ചില ഡയലോഗൊക്കെ പോലീസ് സാധനമാണ്. അത് ഒരു ഒറ്റ ഷോട്ടിൽ ഡയലോഗൊക്കെ പറഞ്ഞത്, അത് പോലീസ് സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിനീത് ശ്രീനിവാസനും കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ അതിനകത്ത് വലിയ മെയിനായിട്ട് വില്ലന്മാരൊന്നുമില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. നിങ്ങൾ പറയുന്നത്ര വലിയ ഫൈറ്റൊന്നുമില്ല, നിങ്ങൾ പറയുന്നത്ര വലിയ അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഫെസ്റ്റിവലിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ പടം, ഒരു അടിച്ചുപൊളി പടം, അത്രേ ഉള്ളൂ. പക്ഷേ ഇൻ്റർവ്യൂവിൽ വഞ്ചി മുമ്പുള്ള ദിലീപേട്ടൻ്റെ ഫൈറ്റ് ഇടയിൽ രണ്ടൊന്ന് പാട്ട് വരുന്നുണ്ട്. ഒന്ന് മണിച്ചേട്ടൻ്റെ പാട്ടും, ഒന്ന് ലാലേട്ടൻ്റെ പാട്ടും, പിന്നെ വേറൊരു പാട്ടും വരുന്നത്. ആ പാട്ടിട്ടാണ് ഈ ഫൈറ്റ്. പക്ഷേ ആ പാട്ടിന് ഇച്ചൂടെ ഒന്ന് സൗണ്ട് കൊടുക്കാറുണ്ട്, അവർക്ക് ലിറിക്സിന് സൗണ്ട് ഇല്ലാതായി പോയി. അല്ല ഇച്ചൂടെ പഞ്ച് കിട്ടിയ ഫൈറ്റ്. പക്ഷേ ഫൈറ്റ് സൂപ്പർ, രസമുണ്ട്, അത് പൊളിസാണ്. പിന്നെ അതിനകത്ത് കഥയെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ലോജിക്ക് നോക്കണമെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ ആ ഉള്ളിലേക്ക് ഒന്നും പോകുന്നില്ല. പിന്നെ നമ്മുടെ ഒറിജിനൽ OG കംപ്ലീറ്റ് ആയിട്ട് ലാലേട്ടൻ്റെ എൻട്രി സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ഒരു അരമണിക്കൂറോളമുണ്ട്. ലാലേട്ടൻ്റെ എൻട്രിയൊക്കെ പൊളി എൻട്രിയാണ്, പൊളി എൻട്രി. ലാലേട്ടൻ്റെ ആ നടപ്പും നോട്ടവും നിപ്പും മുണ്ടുണാക്കിയത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാണ്ടല്ലോ, തിയേറ്ററിൽ ജനസാഗരമാണ് കൈയടിയുടെ. ജനങ്ങൾ കൈയടിച്ച്, ഫാൻസുകൾ തന്നെ എല്ലാവരും കൈയടിച്ച്, ഭയങ്കര ബഹളമാണ്, ഓളമായിരുന്നു. വെറുതെ പോകുമ്പോൾ എല്ലാം കൈയടിയാണ്. സലിമാർക്ക് വരെ വന്നിട്ട് സലിമാർ കൈയടി കിട്ടി, ചെറിയ റോൾ, എന്നിട്ട് വരെ കൈയടി കിട്ടി. ലാലേട്ടൻ്റെ സീൻ എന്ന് പറഞ്ഞാൽ പൊളി സീനാണ്, നല്ല കൈയടി കിട്ടി, ലാലേട്ടൻ പൊളിച്ചടിക്ക്. പിന്നെ ലാലേട്ടന് ലാലേട്ടൻ വലിയ ഫൈറ്റ് കൊടുക്കാറുണ്ടെങ്കിൽ ഒരു ഇതുണ്ട്. പക്ഷേ അവർ കൊടുത്തത് ഫൈറ്റ് അല്ല, ഒരു വെടിയപ്പാണ്. അത് വലിയ സംഭവം എനിക്ക് തോന്നിയില്ല, ഒരു നല്ലൊരു ഫൈറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ എങ്കിലും ലാലേട്ടൻ വന്ന സീനൊക്കെ കസറി. ലാലേട്ടൻ വരുമ്പോഴാണ് പടം ഓളായതും, പടത്തിനൊരു അനക്കം വന്നതും, പടത്തിന് ജീവൻ വെച്ചത്. ആ പടം അതുകൊണ്ടാണ് അത്ര തൂക്കിയത് പടം, അല്ലെ പടം കൈവിട്ട് പോനെ. ആ റോളം ലാലേട്ടൻ്റെ സ്ട്രോങ് ഫാൻസ് ഉണ്ടല്ലോ, ലാലേട്ടൻ്റെ ഒരു സംഗതിയൊക്കെ വരുമ്പോൾ അറിയാലോ കൈയടി കിട്ടുമെന്ന്. അതൊക്കെ വന്നപ്പോൾ പടം ഓളം വെച്ച്, ഒരു അനക്കം വെച്ച്, ജീവൻ വെച്ച്. അതുകൊണ്ട് പടം ഓടും, കളക്ഷൻ കിട്ടും. അത്ര മോശമൊന്നുമല്ല, എന്നാൽ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ പറയാത്ര വലിയ ആക്ഷനും വലിയ പരിപാടിയൊന്നും ഇല്ല, എന്നാൽ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക.
ലാലേട്ടൻ പരിപാടി അങ്ങനെയൊക്കെയാണ്. ക്ലൈമാക്സ് വന്നിട്ട് നിർത്തിയിട്ട് ഒരു ഗസ്റ്റ് റോളൊക്കെ വരുന്നുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആയതുകൊണ്ട്. സെക്കൻഡ് റൗണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പടങ്ങൾ പോയിരുന്നത്. നിങ്ങൾ പോയി കാണുക. എനിക്ക് ഒരുപാട് പറയാനില്ല, കാര്യം ലോജിക്ക് ഒന്നും നോക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും സംസാരിക്കാനില്ല. അപ്പോൾ നമ്മുടെ വായ അടച്ച് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയി പടം കാണുക. കിടിലൻ പടമാണ്. ഈ ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് തകർക്കാം. വേറെ പടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ടും ഇതായിരിക്കും കൂടുതൽ ഓപ്ഷൻ. നിങ്ങൾ പോയി തകർത്തോ. ദിലീപേട്ടനെ കംബാക്ക്, ഒറിജിനൽ കംബാക്ക് തിരിച്ച് വന്നിരിക്കുന്നു. ദിലീപേട്ടനെങ്കിലും പോയിട്ടില്ല. ഇനി അടുത്ത അഴിവിൽ പടങ്ങളൊക്കെ വരാൻ കിടക്കുമല്ലേ. ഇത് പൊളി, അടിപൊളി. അദ്ദേഹം നല്ല രീതി തകർത്തിട്ടുണ്ട്. നല്ല രീതി സ്ക്രീൻ മെസ്സേജ് ഉണ്ട്, എല്ലാം ഉണ്ട്, പൊളിച്ചിട്ടുണ്ട്. രണ്ടുപേരും അണ്ണനും തമ്മി തകർത്തിട്ടുണ്ട്. രണ്ടുപേരും സ്ക്രീനിൽ വരുമ്പോൾ ആ സീൻസിനൊക്കെ പറഞ്ഞാൽ നല്ലൊരു സീൻസ്, നമുക്ക് രോമാഞ്ചിഫിക്കേഷനാണ്. അമ്മാരി സീനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ടുപേരും പൊളി, കിടിലൻ പടം. പോയി ടിക്കറ്റ് എടുത്തു, ഒന്നും നോക്കണ്ട.